ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെനസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മയോണൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിവിടെ റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിലോ കാഷ്നട്ടോ പൊട്ടറ്റോയോ അതുപോലെ പാലോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മൾ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ടേസ്റ്റിനും അതുപോലെ തിക്നെസ്സിനും ഒന്നും ഒട്ടും കുറവില്ലാതെ നല്ല അടിപൊളിയായിട്ടാണ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി സമയം തൊട്ട് കറക്കിയെടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മയോണൈസ് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 2 കോഴിമുട്ട ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചക്ക് മയോണൈസ് റെഡിയാക്കിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളത് നമ്മൾ മുട്ടയൊക്കെ വേവിച്ച് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. അപ്പോൾ ഇതാ ഈ 2 മുട്ടയും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞ മാറ്റിയിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്കൊരു 5-6 അല്ലിയോളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിന് ഒരു 2 ടീസ്പൂണോളം വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ നല്ല തിക്കായിട്ടാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കാം. മയോണൈസിൻ്റെ തിക്നെസ് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യാം. നമ്മളൊരു 2-3 ടീസ്പൂൺ വെള്ളമൊക്കെ ചേർത്തൊട്ട് അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റായിട്ട് നല്ല അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്ത് ലൂസാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ സാധാരണ മയോണൈസൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഒത്തിരി സമയം മിക്സിയിലിട്ട് ഓയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതുവരെ ഇങ്ങനെ ട്രൈ നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.